നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറച്ചു മുമ്പ്, അതായത് നമ്മുടെ നിയമസഭയിൽ എല്ലാവരെയും സാക്ഷിയാക്കി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കാരണം ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ കപ്പൽ ആടി ഉലയുകയില്ല, അതിനെ വളരെ കറക്റ്റായ രീതിയിൽ കൊണ്ടുപോകും ആ കപ്പിത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇന്ന് എന്താണ് പറയേണ്ടത് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും നമ്മൾക്കും ഒന്നും അറിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഈ കപ്പലിനെ ആടി ഉലയാതെ വളരെ കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോവുകയൊന്നും വേണ്ടായിരുന്നു. ആ കപ്പലിനെ കപ്പലായിട്ടെങ്കിലും നിലനിർത്താനുള്ള ഒരു സാമാന്യ മര്യാദ പ്രിയപ്പെട്ട ഭരണകൂടമേ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര ജീവനുകൾ നിങ്ങൾക്ക് സംരക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥിതിയെ, കേരളത്തിലെ സർക്കാർ ആശുപത്രിയെ, അതിനെ മാത്രം വിശ്വസിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ഈ കേരളത്തിൽ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടൻ തന്നെ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ അവന്റെ എല്ലാം ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, അവിടെ നിന്ന് ആട്ടി അകറ്റില്ല, അവിടെ നമുക്ക് വേണ്ട ഒരു സ്വാന്തനം ലഭിക്കും, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടും എന്ന പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. പക്ഷേ ദാരുണമെന്ന് പറയട്ടെ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, നമ്മുടെ ടീച്ചറമ്മയുടെ PR വർക്കുകളൊക്കെ കഴിഞ്ഞ് രണ്ടാം ഭരണത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നടന്നത് മഹാക്രൂരതയുടെ നാളുകളെന്ന് എണ്ണി ഓരോ സംഭവങ്ങളെയും എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രസവത്തിനിടയ്ക്ക് കത്രിക വയറ്റിൽ കുടുങ്ങിയ യുവതി ഇന്നും അവർക്ക് നീതി കിട്ടാൻ വേണ്ടി സമരത്തിലിരിക്കുകയാണ്. ആ ഡോക്ടർമാരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും ഇന്നും ഇവിടെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര തവണയാണ് ഈ പറയുന്ന ആരോഗ്യ വകുപ്പിനെതിരെ, ഈ പറയുന്ന സർക്കാരിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് നിരാഹാരം ഇരിക്കേണ്ടി വന്നത്. അവരുടെ പഴുത്ത വയറ് നോക്കി അവർ മാധ്യമങ്ങളോട് കരഞ്ഞിട്ടുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ സിസ്റ്റമാണ്, ഈ സിസ്റ്റം മാത്രമാണ് അതിന് ഉത്തരവാദികൾ. ആ കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ബിസ്മീർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവാവിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോ സ്വന്തം ഭാര്യ മറ്റൊരു വണ്ടി കിട്ടാതെ വന്നപ്പോ ഉടൻ തന്നെ തന്റെ ബൈക്കിൽ കയറ്റി കെട്ടിപ്പിടിച്ചുകൊണ്ട്, അതുകൊണ്ട് ഒരു കൈ കൊണ്ട് തന്റെ ഭർത്താവിനെ പിടിച്ചു, മറു കൈ കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വിളപ്പിൽശാല ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നപ്പോ അവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ ഡോക്ടർമാരും അവിടെ വേണ്ടപ്പെട്ട സിസ്റ്റവും ഉണ്ടാകുമെന്ന്. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ തള്ള് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്കറിയില്ലല്ലോ ഇതൊരു തള്ളാണ് എന്നുള്ളത്. ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ബിസ്മീർ എന്ന് പറയുന്ന ആ യുവാവ്. അവിടെ ആ CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന IMA-യും ഡോക്ടർമാരും ഈ സർക്കാരും പാർട്ടിയും DYFI-യും ഈ പറയുന്ന ന്യായീകരണ അന്തം കമ്മികൾ മുഴുവൻ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് പറയാം, ആ പ്രിയപ്പെട്ട ആ മരിച്ചുപോയ മനുഷ്യൻ അവിടെ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. നമുക്ക് ദാഹിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാം, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. ഒരു സെക്കൻഡ് നമുക്ക് ശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ശ്വാസം മുട്ടൽ അനുഭവിച്ച ഓരോ ആളുകൾക്കും അറിയാം. കൊറോണ സമയത്ത് ശ്വാസം കിട്ടാതെ പിടഞ്ഞ മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അങ്ങനെ എത്രയോ അധികം ആളുകൾ മരണപ്പെട്ടു പോയ അവസ്ഥയുണ്ട് ഈ നാട്ടിൽ. ആ മനുഷ്യന് അവിടേക്ക് വന്നപ്പോ ഗേറ്റ് തുറക്കാൻ ആളില്ല. അവിടെ ഡോക്ടറും നഴ്സും ഇവരൊക്കെ ഇവരുടെ റൂമുകളിൽ പോയി കിടന്നുറങ്ങുകയാണ്. അവിടെ ഡ്യൂട്ടിക്ക് ആളില്ല. എത്രയോ തവണ വിളിച്ചു, ആരും വരുന്നില്ല. അവസാനം വന്ന ഡോക്ടർ വെറുതെ ഒന്ന് സ്റ്റെതസ്കോപ്പ് എടുത്ത് വെച്ച് നോക്കുന്നു. പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് പറയേണ്ട അവസ്ഥ വരികയാണ്. ഈ പറയുന്ന തന്റെ ഭർത്താവിന് ശ്വാസം മുട്ടലുണ്ട്, തന്റെ ഭർത്താവിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഓക്സിജന്റെ ലെവൽ കുറയുന്നുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ വേണ്ടപ്പെട്ട കാര്യം ചെയ്യണം, ഉടനെ ഓക്സിജൻ കൊടുക്കണം. അങ്ങനെ ഓക്സിജൻ കൊടുക്കാൻ ഭാര്യ പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന നഴ്സും ഡോക്ടർമാരും എല്ലാം ഈ ഭർത്താവിന് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. എന്തൊരു ലോകമാണിത്! ഇവിടെ ഇവരുടെ നിസ്സഹായത, അതായത് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഈ ഡോക്ടർക്കും നഴ്സിനും ഒന്നും ഒരു കാര്യവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇങ്ങനെയാണ്. കേരളത്തിലെ ഡോക്ടർമാർ എന്തെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കാൻ IMA ഉണ്ട്, KGMOA ഉണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്, ഒപ്പം അവർക്കൊപ്പം നിൽക്കാൻ സർക്കാരുമുണ്ട്.
ഇവർ ചെയ്യുന്നത് ഒന്നും ഒരു മനുഷ്യന്റെ ജീവനും ഇവർക്ക് വലിയ വാല്യൂ അല്ല. എത്രയോ നല്ല ഡോക്ടർമാരും എത്രയോ നല്ല സംവിധാനങ്ങളുമുള്ള ഒരു നാട് തന്നെയാണിത്. പക്ഷെ പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് ഗതിയില്ലാത്തവരുടെ, അങ്ങനെ ജീവൻ അറ്റുപോയ മനുഷ്യരുടെ സങ്കടങ്ങളെ കുറിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ എത്തിക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ വളരെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഈ ആരോഗ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറയാനുള്ളത്? ആ മനുഷ്യൻ ശ്വാസം മുട്ടി അവിടെ പിടഞ്ഞു വീണപ്പോ ഉടനെ തന്നെ ആ മനുഷ്യനെ റെഫർ ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്തപ്പോ അതിന്റെ കൂടെ ഒരു നഴ്സിനെ വിടാൻ പോലും ഈ ആശുപത്രി തയ്യാറായില്ല. ഒറ്റയ്ക്ക് താങ്ങിപ്പിടിച്ച് അവിടുത്തെ ആശുപത്രിയിലെ ഈ പറയുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് സഹായിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായില്ല. എന്ത് ആരോഗ്യ പ്രവർത്തകരാണ് ഇവർ? അവിടെ ആ ഭാര്യയ്ക്ക് പറയേണ്ടി വന്നു, ഒന്ന് സഹായിക്കൂ പ്ലീസ് എന്ന് കരയേണ്ടി വന്നു. അങ്ങനെയാണ് ആ നഴ്സ് ആ പറയുന്ന ബിസ്മീറിനെ അവിടെയുള്ള ആ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. ആംബുലൻസിന്റെ സ്ഥിതി എന്താണെന്നറിയോ? ആംബുലൻസ് സർക്കാർ നമ്പർ വൺ ആശുപത്രികളാ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ നമ്പർ 1 ആശുപത്രികളിൽ ആ ആശുപത്രിയിലുള്ള ആംബുലൻസിൽ ഒരു ഓക്സിജൻ സൗകര്യമില്ല, അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. അങ്ങനെ ആ ആംബുലൻസുമായി പോകുന്ന സമയത്ത് പോലും ആ ബിസ്മീറിന് നീതി ഉറപ്പാക്കാൻ ഇവിടത്തെ സർക്കാരിനും സിസ്റ്റങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ആ പ്രിയപ്പെട്ട യുവാവ് ശ്വാസം കിട്ടാതെ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി മരണം വരിച്ചു. ഈ സർക്കാരിന് എന്ത് പറയാനുണ്ട്? ഈ സർക്കാർ ഇന്നേ വരെ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് വലിങ്ങനെയൊന്നും വരാനില്ല. അവിടെ എത്തി താങ്കൾ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ചികിത്സ കൊടുത്തിട്ടുണ്ട്, താങ്കൾ അവിടേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം 24ന്റെ ചർച്ചയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ത്രോംബോസിസ് എന്ന് പറയുന്ന കടിച്ചാൽ പൊട്ടാത്തൊരു വാക്ക് ഇവർ കണ്ടെത്തി വെച്ചിട്ടുണ്ടാകും. പക്ഷേ പാവപ്പെട്ടവൻ ഈ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് ഓടുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസമുണ്ട്. അതുപോലും തകർന്നടിയുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് ആരോഗ്യാവസ്ഥയെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ കെട്ടിടങ്ങൾ കെട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല ഭരണകൂടമേ. അവിടെ ആവശ്യത്തിന് സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ച് അവശയായി നിന്ന ഒരു കുട്ടിക്ക് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചിട്ട് പോലും ആ കുട്ടിക്ക് അവിടെ ബെഡില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. അതായത് നിങ്ങൾ മറ്റു ആശുപത്രിയിലേക്ക് പോയിക്കോളൂ, ഇവിടെ ബെഡില്ല, ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ മാറ്റി അയക്കുകയാണ്. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് ആ പാവപ്പെട്ട കുടുംബത്തിന് പോകേണ്ടി വന്നു. മണിക്കൂറുകൾ കൊണ്ട് 2 ലക്ഷം രൂപയ്ക്കടുത്തവർക്ക് പോയി. പക്ഷെ ആ കുഞ്ഞിന്റെ ജീവനറ്റ ശരീരമാണ് അവർ പിന്നീട് കാണുന്നത്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. അതിന് തൊട്ടു മുമ്പ് ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രസവത്തിന് വേണ്ടി പോയ പെൺകുട്ടിയെ ആവശ്യത്തിന് കെയർ ചെയ്യാത്തത് മൂലം പിടഞ്ഞു വീണ് മരിച്ചതിന്റെ ചരിത്രമുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിലെ ഒരു യുവതി, ആ യുവതിക്ക് ഗുരുതരമായ ന്യൂറോ രോഗമായിരുന്നിട്ട് പോലും അവിടെ ആ പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഇവർക്കെന്തോ മാനസിക പ്രശ്നമാണ് എന്ന് വിധി എഴുതുന്ന തരത്തിലേക്ക് അവിടുത്തെ ഡോക്ടർമാർ പോയി. അവസാനമാണ് അറിയുന്നത് ഇത് മെന്റൽ ഇഷ്യൂ ഒന്നും അല്ല, കടുത്ത ന്യൂറോ ഡിസീസ് ആണ് എന്ന് പറഞ്ഞു. വളരെ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ യുവതി മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ആ ഡോക്ടർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? ആ മനുഷ്യനെ വേട്ടയാടിയില്ലേ? ആ മനുഷ്യൻ എന്തൊക്കെ കേൾക്കേണ്ടി വന്നു? കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്റെ മകളുടെ ചികിത്സാർത്ഥം എത്തിയ ആ ബിന്ദു എന്ന് പറയുന്ന അമ്മ അവിടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കേണ്ട അവസ്ഥ വന്നില്ലേ? എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രിയപ്പെട്ട വീണ ജോർജ് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കേരളത്തിന്റെ CPM ഉൾപ്പെടെ നിങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, താലൂക്ക് ആശുപത്രികൾ ഉണ്ടാക്കി, അവിടെ വലിയ വലിയ പൂക്കൾ അതുപോലെ തന്നെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് പുറമോടി പിടിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കാരുണ്യ പദ്ധതിക്ക് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് കൃത്യമായി ചികിത്സ കിട്ടുന്നത്? ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ കാരുണ്യ പദ്ധതി എവിടെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? ഏത് ഫണ്ടാണ് നിങ്ങളിപ്പോ അതിനനുവദിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ചികിത്സാ പദ്ധതികളിൽ എത്ര എണ്ണത്തിന് കേരളം ഇതുവരെ അനുമതി കൊടുത്തിട്ടുണ്ട്? ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ഗുരുതരാവസ്ഥയിലൂടെ കേരളം പോകുന്നു. പണ്ട് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അതായത് അമേരിക്കയിലുള്ള ഒരാൾ വിളിച്ചിട്ട് തന്നോട് ഈ പറയുന്ന ഒരു അസുഖത്തിന് മരുന്ന് ചോദിച്ചു എന്ന്. അങ്ങനെ അമേരിക്കയിലുള്ള ആളുകൾക്കൊന്നും നിങ്ങൾ മരുന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ,
കണക്കുകൾ, ഡേറ്റകൾ വെച്ച് പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ട സൈബർ സഖാക്കളെ, നിങ്ങളെങ്കിലും ഡേറ്റ എടുക്കും. ഡേറ്റകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇവിടത്തെ സർക്കാർ ആശുപത്രികളിൽ പലപ്പോഴും മരുന്നില്ല. പാരസെറ്റമോൾ മുതൽ വളരെ തുച്ഛമായ മരുന്നുകൾ മാത്രമാണുള്ളത്. ബാക്കി എല്ലാം പുറത്തേക്ക് എഴുതുകയാണ്. ഇവിടുത്തെ സർക്കാർ താലൂക്ക് ആശുപത്രികളിൽ നിന്ന് ഏത് അസുഖവുമായി പോകുന്ന ആളുകളെയും മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് ഇത്ര വലിയ കെട്ടിടവും കെട്ടി ഇത്ര വലിയ സംവിധാനങ്ങളും ഉണ്ടാക്കി നിങ്ങൾ ഇരിക്കുന്നത്? അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ഫെസിലിറ്റീസ് ഇല്ല. വലിയ കെട്ടിടങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ പറയുന്ന മനുഷ്യർക്ക് നീതി കിട്ടുന്നുണ്ടോ? കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയ ഒരു മനുഷ്യന് ചെളിക്കുളം നീന്തി കടക്കേണ്ടി വന്ന ഒരു കഥ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. കഥയല്ല, അതൊരു വാർത്തയാണ്. ആ വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ അവസ്ഥകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിഞ്ചു കുട്ടി, ഒരു പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിന് അവരുടെ അവസ്ഥ, വളരെ ദയനീയമായ അവസ്ഥ, ആ പ്രശ്നങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോയപ്പോ കൈ മുറിച്ചു മാറ്റേണ്ടടുത്ത് കാല് മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്തരമൊരു അവസ്ഥയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുത്തത് ഇവിടുത്തെ സർക്കാരല്ല, ഇവിടുത്തെ ഭരണകൂടമല്ല, ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുമല്ല, വി ഡി സതീശൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ നേതാവാണ്. മറ്റൊരു പെൺകുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്തത് സുരേഷ് ഗോപി എന്ന് പറയുന്ന MP ആണ്. ഇവർക്കൊന്നും ഇതിനൊന്നും സമയമില്ല. എന്നിട്ട് നമ്പർ 1 ആരോഗ്യ തള്ളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്പർ 1 ആരോഗ്യ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷേ നിങ്ങളുടെ ഈ തള്ളുകൊണ്ട് എത്രയധികം ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ മൂലം, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അനാസ്ഥ മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവസാനം അവർക്കെതിരെ പേരിനൊരു സസ്പെൻഷൻ മാത്രം കൊടുത്ത് അവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് വന്ന് ഒടുവിൽ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഇത് മറക്കുമ്പോൾ അവരെ തിരിച്ച് സർവീസിലേക്ക് എടുത്ത് വീണ്ടും സാലറി കൂട്ടിക്കൊടുത്ത് അവരെ നിലയ്ക്ക് നിർത്തുന്ന സർക്കാരിന്റെ തന്ത്രം. പാവപ്പെട്ട മനുഷ്യരുടെ ജീവന് ഒരു തരിമ്പ് പോലും വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ സിസ്റ്റം എന്താണ് പറയേണ്ടതെന്നറിയില്ല. ആ പാവപ്പെട്ട മനുഷ്യന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ ബിസ്മീറിന് ആദരാഞ്ജലികൾ.